നമസ്കാരം, ഞാൻ ഷോണിമ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. നടുക്കത്തിന്റെ നടുക്കയം. ഭീകരാക്രമണത്തിന്റെ നടുക്കം മാറാതെ ബംഗ്ലാദേശ്. ധാക്കയിൽ IS ഭീകരർ നടത്തിയ കൂട്ടക്കുരുതിയിൽ കൊല്ലപ്പെട്ടത് ഇന്ത്യൻ യുവതി ഉൾപ്പെടെ 20 പേർ. ബംഗ്ലാദേശിൽ നിന്ന് ഭീകരതയും തീവ്രവാദവും വേരോടെ പിഴുതെറിയുമെന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന. വെള്ളിയാഴ്ച രാത്രി ധാക്കയിലെ നയതന്ത്ര മേഖലയായ ഗുൽഷനിൽ ഭക്ഷണശാലയിലുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യക്കാരെ ഉൾപ്പെടെയുള്ള വിദേശികളെ ഭീകരർ കഴുത്തറുത്തു കൊന്നത് ബന്ദികളാക്കിയ ശേഷം സൈനിക നടപടിയിൽ മോചിപ്പിച്ചത് 13 പേരെ. സംഭവത്തിൽ 30 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യൻ യുവതി താരിഷി ജെയിൻ ഉത്തർപ്രദേശിലെ ഫിറോസാബാദ് സ്വദേശി. അമേരിക്കയിൽ വിദ്യാർത്ഥിനിയായ താരിഷി ധാക്കയിൽ വ്യാപാരശാല നടത്തുന്ന അച്ഛനൊപ്പം അവധിക്കാലം ചെലവഴിക്കാൻ എത്തിയതായിരുന്നു. താരിഷിയുടെ മൃതദേഹം നാളെ നാട്ടിലെത്തിക്കും. ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഇസ്ലാമിക് സ്റ്റേറ്റ് കൊല്ലപ്പെട്ടവരുടെ ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതേസമയം ധാക്ക ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷ ശക്തമാക്കി അമേരിക്കയും യൂറോപ്പും. സുരക്ഷ കാത്ത് സാക്ഷിമൊഴി. ഡൽഹിയിൽ കൊല്ലപ്പെട്ട മലയാളി വിദ്യാർത്ഥി രജത് മേനോന്റെ കൂട്ടുകാർ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് പോലീസ് രഹസ്യമൊഴിയെടുക്കും. മൊഴി നൽകുന്ന ദൃക്സാക്ഷികളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് പോലീസ്. അതിനിടെ കേസിൽ മുഖ്യപ്രതി അലോക് പണ്ഡിറ്റ് ഒരാഴ്ചത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ. അലോകിന് 18 വയസ്സ് തികഞ്ഞിട്ടുള്ളതായി തെളിഞ്ഞതിനെ തുടർന്ന് ജുവനൈൽ ഹോമിൽ നിന്ന് കോടതിയിൽ ഹാജരാക്കിയത് കഴിഞ്ഞ ദിവസം. പ്രായപൂർത്തിയായില്ലെന്ന വാദം ആവർത്തിക്കാതിരിക്കാൻ അലോകിനെ എല്ലു പരിശോധനയ്ക്ക് വിധേയനാക്കാനും ആലോചന. അതേസമയം അലോകിനൊപ്പം അറസ്റ്റിലായ പ്രായപൂർത്തിയാകാത്ത സഹോദരനെ കോടതിയിൽ വിചാരണ ചെയ്യണമെന്ന ആവശ്യവുമായി രജത് മേനോന്റെ കുടുംബം. കുറ്റകൃത്യത്തിന്റെ ഗൗരവം കോടതി കണക്കിലെടുക്കണമെന്നാണ് ആവശ്യം. ഇതിനായി ഇവർ കോടതിയിൽ പ്രത്യേകം അപേക്ഷ നൽകും. കാത്തുകിട്ടിയ കാരുണ്യം. മദനി നാളെ നാട്ടിലേക്ക്. അബ്ദുൾ നാസർ മദനിയുടെ വരവ് 8 ദിവസം നാട്ടിൽ കഴിയാൻ NIA കോടതി നൽകിയ അനുമതിയെ തുടർന്ന് ബാംഗ്ലൂരു സ്ഫോടന കേസിൽ വിചാരണ തടവുകാരനായ PDP ചെയർമാന് നാട്ടിൽ തുടരാനുള്ള അനുമതി ജൂലൈ 12 വരെ. അർബുദബാധിതയായ അമ്മയെ കാണാൻ കേരളത്തിലെത്തുന്നതിന് മദനിക്ക് സുപ്രീം കോടതി അനുമതി നൽകിയത് 3 ദിവസം മുൻപ്. ജാമ്യവ്യവസ്ഥകളിൽ ഇളവ് അനുവദിച്ച സുപ്രീം കോടതി മദനിക്കെതിരായ കേസുകളിൽ 1 വർഷത്തിനകം വിചാരണ പൂർത്തിയാക്കാനും നിർദ്ദേശിച്ചിരുന്നു. ബാംഗ്ലൂരുവിൽ നിന്ന് വിമാനമാർഗം നാളെ ഉച്ചയ്ക്ക് നെടുമ്പാശ്ശേരിയിലെത്തുന്ന മദനി കാറിൽ അൻവാർശേരിയിലേക്ക് പോകും. തനിക്കെതിരായ കേസുകൾ ഒരുമിച്ച് പരിഗണിക്കണമെന്ന മദനിയുടെ അപേക്ഷ കോടതി പിന്നീട് പരിഗണിക്കും. പ്രശ്നവും പ്രതിരോധവും. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കി ഹിന്ദുത്വ അജണ്ട പയറ്റാൻ BJPയും പ്രതിരോധത്തിനൊരുങ്ങി മുസ്ലിം ലീഗും. കേന്ദ്രം നിയമകാര്യ കമ്മീഷന്റെ പരിഗണനയ്ക്ക് അയച്ച വിഷയം മുസ്ലിങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് ലീഗ് ദേശീയ സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ. വിവാഹമോചനം, സ്വത്തവകാശം തുടങ്ങിയവ സംബന്ധിച്ച് ദൈവിക കൽപ്പനകൾ അനുസരിക്കാൻ ഇസ്ലാം മതവിശ്വാസികൾ നിർബന്ധിതരാണ്. ഏകീകൃത നിയമം മൂലം അതിനു ഭംഗം വരുത്താൻ ശ്രമിക്കുന്നത് മതേതര സങ്കല്പത്തിന് എതിരെന്നും ബഷീർ. ഭരണഘടനയിൽ ഏകീകൃത വ്യക്തി നിയമം നിർദ്ദേശക തത്വമായി ഉൾപ്പെടുത്തിയിട്ടുള്ള 44-ാം വകുപ്പ് റദ്ദാക്കണമെന്ന് ലീഗ് പാർലമെന്റിൽ ആവശ്യപ്പെടും. BJP ഒന്നിനു പുറകെ ഒന്നായി വർഗീയ അജണ്ട നിരത്തുകയാണ്. വിഷയം ചർച്ച ചെയ്യുന്നതിനായി മുസ്ലിം ലീഗ് ദേശീയ നിർവാഹക സമിതി ഡൽഹിയിൽ യോഗം ചേരും. UP തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള BJP അധ്യക്ഷൻ അമിത്ഷായുടെ രാഷ്ട്രീയ തന്ത്രം രാജ്യത്ത് നന്മയുടെ അസ്ഥിവാരം ഇളക്കുമെന്ന് ET മുഹമ്മദ് ബഷീറിന്റെ ആക്ഷേപം. സമാന ചിന്താഗതിക്കാരുമായി കൂടിയാലോചിച്ച് ശക്തമായി പ്രതിരോധിക്കാനും തീരുമാനം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.